Hi friends, it's me Sanouf. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാര്യത്തെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു റഷ്യ പുതിയൊരു ഫോറിൻ പോളിസി അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നുവെന്ന്. അതായത് റഷ്യൻ വേൾഡ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രിൻ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം റഷ്യൻ പ്രസിഡന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. സോ ഇന്ത്യയുടെയും ഈ ഫോറിൻ പോളിസിയിൽ വിദേശ നയത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ലാറ്റിൻ അമേരിക്കയിലെ മുൻനിര രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പവും അവരിലൂടെ ഒരു പ്രധാനപ്പെട്ട നേട്ടം സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. സോ എന്താണ് ഈ കാര്യമെന്നും ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റിയും നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. സോ അതിനു മുമ്പ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് കാണുന്നവരാണെങ്കിലും എല്ലാവർക്കും ഓണം വിഷസ് പറയുകയാണ്. സോ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഓഫറും നിങ്ങൾക്ക് ഓണം പ്രമാണിച്ച് നൽകാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കുക്കു FM ഓണം സെയിൽ നടക്കുന്നുണ്ട്. ഈ 7, 8, 9 തീയതികളിൽ നിങ്ങൾ ആര് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിലും അവർക്ക് സാധാരണ കിട്ടുന്ന 50% ഓഫർ 399 ആണ് ഒരു വർഷം ചാർജ് വരുന്നത്. അതിലും 50% ഓഫർ ലഭിക്കും. സോ 199 നിങ്ങൾക്ക് ഒരു വർഷം മുഴുവനും ഏകദേശം 4000-ലധികം വരുന്ന ബുക്സും 10,000+ മണിക്കൂറുള്ള കോണ്ടന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓഡിയോ ബുക്കായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് പുറമെ 3 മാസം കൂടി അഡീഷണൽ ആയിട്ട് ഈ ഒരു ഓഫർ ലഭിക്കുന്നുണ്ട്. അതിന് ഈ ഒരു 7, 8, 9 തീയതികളിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. Sanu50 എന്ന് പറയുന്ന ഒരു കൂപ്പൺ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ആപ്പാണ്. നമ്മൾ എല്ലാ വീഡിയോയിലും പരിചയപ്പെടുത്തുന്നതും ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. സോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫോറിൻ പോളിസിയിൽ കാര്യമായ മാറ്റം ഉണ്ടെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ആഫ്രിക്കൻ കൺട്രീസിനും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ചില വാർത്തകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവർ ലാറ്റിൻ അമേരിക്കയിലെ 3 പ്രധാനപ്പെട്ട കൺട്രീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 കൺട്രീസും നമുക്ക് ഫെമിലിയർ ആയിരിക്കുക അവരുടെ ഫുട്ബോൾ കമ്പത്തിലൂടെയാണ്. മറ്റൊന്നുമല്ല, ബ്രസീൽ, അർജന്റീന, പാരഗ്വേ തന്നെയാണ്. സോ ഈ 3 കൺട്രീസും നമുക്ക് ഈ ഫുട്ബോളിൽ മാത്രമല്ല ഫെമിലിയർ ആകേണ്ടത് അവരുടെ ഇമ്പോർട്ടൻസ് ആസ് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് എത്രത്തോളം വിദേശ നയങ്ങൾ അടങ്ങിയിരിക്കുന്നു പറയുന്ന ഒരു കാര്യത്തിലൂടെയുമാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. കാരണം ഈ അർജന്റീന എന്ന് പറയുന്നത് ലിഥിയം ട്രയാങ്കിളിൽ പെടുന്ന ഒരു കൺട്രിയാണ്. സോ ലോകത്ത് ലിഥിയം ഡെപ്പോസിറ്റ് കൂടുതലായിട്ടുള്ള 3 കൺട്രീസ് ഉണ്ട്: ബൊളീവിയ, ചിലി, അർജന്റീന. അവിടെ പഴയകാല വീഡിയോ 2-3 വർഷം മുമ്പത്തെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിഥിയം ട്രയാങ്കിളും അവിടുത്തെ പൊളിറ്റിക്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിന്റെ ലിങ്കൊക്കെ ഞാൻ തെരഞ്ഞു പിടിച്ചതാണ്, കമന്റ് ബോക്സിൽ കൊടുക്കാം, ആരെങ്കിലും കണ്ടു നോക്കൂ. സോ ആ ഒരു ലിഥിയം ട്രയാങ്കിളിൽ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളും നൽകുന്ന ഒരു രാജ്യമാണ് അർജന്റീന. കാരണം അർജന്റീനയിൽ ബാക്കിയുള്ള 2 കൺട്രീസിനെക്കാളും കുറച്ചും കൂടെ പൊളിറ്റിക്കലി സ്റ്റേബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണ്. കാരണം അവിടുത്തെ ഭരണകൂടം കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്യുന്നുണ്ട്. പ്ലസ് അവിടെ വിദേശ കമ്പനീസിനെയും കൂടുതലായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ബൊളീവിയയിലാണെങ്കിലും ചിലിയിലാണെങ്കിലും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ലോസ് ഉണ്ട്, അവിടെ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കമ്പനീസ് വന്ന് അവിടെ അവരുടെ ലിഥിയം ഡെപ്പോസിറ്റ് പുറത്തെടുക്കുന്നതിനൊക്കെ കാര്യമായ എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അർജന്റീനയെ എല്ലാ ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളും അവരെ ചൂണ്ടിയിട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈവൻ ചൈന പോലും നിരവധി ഓഫേഴ്സും ലോണെല്ലാമാണ് ഈ അർജന്റീനയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അർജന്റീനയിലുള്ള ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അവിടെ എങ്ങനെയെല്ലാം നേട്ടം സ്വന്തമാക്കാമെന്ന് പറയുന്നൊരു കാര്യമാണ്. സോ ആ ഒരു നീക്കം ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ്. കാരണം 2013 അവസാനമായിട്ട് ഇന്ത്യയിലെ ഒരു വിദേശകാര്യമന്ത്രി ഈ കൺട്രീസിലോട്ട് വിസിറ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് അർജന്റീനയുമായിട്ട് ഇന്ത്യ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചത് സമീപകാലങ്ങളിലാണ്. അതിന് മേജർ റീസൺ ചൈനയുടെ ഒരു ഡോമിനൻസ് തന്നെയാണ്. കാരണം ചൈന ഈ ലോകത്തെ എല്ലാ മേഖലയിലും, എല്ലാ ഇലക്ട്രോണിക്സ് മേഖലയിലും അവർ മേധാവിത്വം നേടാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതിലൂടെ അവർക്കൊരു മെച്ചപ്പെട്ട ഒരു എക്കോണമിയെ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കി. സോ നമ്മളത് വൈകിയാണ് മനസ്സിലാക്കിയെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റായി ശ്രമിക്കുന്നുണ്ട്. സോ അതിലോട്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുടെ വിസിറ്റ് വളരെയധികം സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറുന്നത്. കാരണം അദ്ദേഹം ഈ 3 കൺട്രിയിൽ പോയപ്പോഴും ബ്രസീലിൽ കുറച്ച് സമയമേ ചെലവഴിച്ചുള്ളൂ. പ്രത്യേകിച്ച് ബ്രസീലിലും പാരഗ്വേയിലും ചെലവഴിച്ചതിനേക്കാളും കൂടുതൽ സമയം അർജന്റീനയിലാണ് ചെലവഴിച്ചിരിക്കുന്നത്. സോ അതിന്റെ മേജർ റീസൺ അർജന്റീനയെ ഇന്ത്യ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഇന്ത്യ ഒരു പ്രഖ്യാപനം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി തന്നെയായിരുന്നു 2022 ജൂലൈ മാസമാണ് തോന്നുന്നു അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യ NSG എന്ന് പറയുന്ന ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതിനുവേണ്ട ശ്രമങ്ങൾ നടപ്പാക്കുന്നുവെന്നും. ഈ ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ആണവായുധം അല്ലെങ്കിൽ ആണവ കാര്യത്തിന് വേണ്ടി സഹായിക്കുന്ന എക്യുപ്മെന്റ്സും അതിനുവേണ്ട കോമ്പണൻസും ഈ യുറേനിയം പോലത്തെ കാര്യമൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അത് സപ്ലൈയർ ആയിട്ട് ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് വേണം. സോ ഏതെങ്കിലും രാജ്യത്തിന്റെ കയ്യിൽ ഇതൊക്കെ കൊണ്ടേ കൊടുത്ത് അവര് ആറ്റം ബോംബ് നിർമ്മിച്ച് മറ്റു രാജ്യത്തിന് ഭീഷണിയായിട്ട് മാറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ ഗ്രൂപ്പ്സ് എല്ലാം ഫോം ചെയ്യുന്നത്. സോ ഈ ഒരു ഗ്രൂപ്പിൽ ഇന്ത്യ അംഗമല്ല. സോ അതിൽ അംഗമാകാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്.
ആ ശ്രമങ്ങൾക്ക് പല രാജ്യങ്ങളിൽ സപ്പോർട്ട് വേണം. അതിൽ ഈ അർജന്റീനയുടെ സപ്പോർട്ടും കുറച്ചും കൂടെ അധികമായിട്ട് വേണ്ടി വരുന്നുണ്ട്. കാരണം അവരാണ് ഈ വർഷം ഈ ഒരു NSGയുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ന്യൂക്ലിയർ ആം കൺട്രോൾ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിന്റെ എല്ലാം തന്നെ തലപ്പത്ത് വരുന്നത്. ചെയർമാൻ സ്ഥാനം അവരാണ് അലങ്കരിക്കുന്നത്. അതുകൊണ്ട് അർജന്റീനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇവിടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറുന്നുണ്ട്. അറ്റ് എ സെയിം ടൈം അർജന്റീനയ്ക്കും ഇന്ത്യയിൽ നിന്ന് പല ബെനിഫിറ്റ്സ് നേടാനുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസിലുള്ള ആ ഒരു പുതിയ മാറ്റങ്ങൾ, ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവിന് അർജന്റീന കൂടുതൽ സപ്പോർട്ട് നൽകാനുള്ള കാരണം അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് കുറച്ചും കൂടി ചീപ്പായിട്ട് പല ഡിഫൻസിന് വേണ്ട കോമ്പണൻസും സ്വന്തമാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് തേജസ് എന്ന് പറയുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ LC എന്നൊക്കെ പറയുന്ന ആ ഒരു യുദ്ധവിമാനം സ്വന്തമാക്കാനായിട്ട് അർജന്റീന ശ്രമിക്കുന്നുണ്ട്. സോ അതിന് ഏറ്റവും കൂടുതൽ അർജന്റീനയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് കാണുന്നത് ചൈനയും പാകിസ്ഥാനും ജോയിന്റ് ആയി നിർമ്മിക്കുന്ന JF-17 എന്ന് പറയുന്ന മറ്റൊരു യുദ്ധവിമാനമാണ്. ഈ രണ്ട് യുദ്ധവിമാനം അർജന്റീന കമ്പയർ ചെയ്തിട്ട് അവസാനം ഇന്ത്യയുടെ തേജസിലോട്ട് ഇന്ന് ഓൾമോസ്റ്റ് ഒരു 90% കൺഫേം ചെയ്ത് കഴിഞ്ഞു. ബട്ട് അവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഞാൻ അത് വൈകാതെ പറയാം. സോ ആ പ്രോബ്ലം ഒക്കെ ഓവർകം ചെയ്തിട്ട് ഇന്ത്യയുടെ ഈ ഒരു തേജസ് വാങ്ങിക്കാനായിട്ട് അർജന്റീന ഇൻട്രസ്റ്റഡ് ആണെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഇവിടെ മുന്നിൽ വരുന്നുണ്ട്. ഈവൻ ബ്രസീൽ ഒരു പ്രധാനപ്പെട്ട പാർട്ണറായിട്ട് ഇന്ത്യക്ക് മാറുന്നത് ബ്രിക്സ് എന്ന് പറയുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിലൂടെയാണ്. സോ അതേപോലെ തന്നെ ഈ ബ്രിക്സിന്റെ ഭാഗമായിട്ട് അർജന്റീനയും മാറുവാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. അതിനായിട്ട് ഇന്ത്യ കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അർജന്റീനയ്ക്കും എക്കോണമിക്കലി സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടം അവിടെ ലഭ്യമാകുന്നുണ്ട്. കാരണം ഈ കൺട്രീസ് എല്ലാം തന്നെ അർജന്റീനയുടെ എക്കോണമിയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചേക്കാം. സോ ഇങ്ങനെ നിരവധി മേഖലയിലുള്ള ഒരുമിച്ച് ചേർന്നുള്ള പ്രവർത്തനത്തിനാണ് ഇന്ത്യ അർജന്റീനയുമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അർജന്റീനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെ നിരവധി നേട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ബട്ട് അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ തേജസ് വായിക്കുന്നതിൽ പോലും ചില പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലം എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അർജന്റീനയുടെ ഒരു ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഫോക്ലാൻഡ് ഐലൻഡ് അല്ലെങ്കിൽ മാൽവീനിയ എന്നൊക്കെ പറയുന്ന ഒരു ഐലൻഡ്, ഒരു ദ്വീപാണ്. ഈ ദ്വീപിൽ UK, യുണൈറ്റഡ് കിങ്ഡം അവരുടെ അധികാരം പറയുന്നുണ്ട്. സോ ഈ ദ്വീപ് അർജന്റീനയാണെന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീനയും അവിടെ അധികാരം അവർ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ കുറെ വർഷങ്ങളായിട്ട് പ്രശ്നമുണ്ട്. ഈവൻ ഒരു 1960s തോന്നുന്നു അവിടെ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് അർജന്റീന UK-യുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ ലോകം മുഴുവനും ഒക്കെ ഒന്ന് പേടിച്ചൊരു കാര്യമാണ്. കാരണം അതൊരു വലിയ യുദ്ധമായിട്ട് മാറുമോ എന്നാണ് എല്ലാവരും കരുതിയത്. സോ അങ്ങനത്തെ ഒരു പ്രശ്നം അർജന്റീനയും UK-യും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇന്ത്യ ഇടപെടണമെന്ന് പറയുന്ന ഒരു കാര്യവുമായി അർജന്റീനയുടെ ഫോറിൻ മിനിസ്റ്റർ ഈ വർഷം ഏപ്രിൽ മാസം ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ UK-യുമായിട്ട് സംസാരിക്കണമെന്ന്. കാരണം ഇന്ത്യയും UK-യും തമ്മിൽ പലതരം ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫ്രീ ട്രേഡ് അഗ്രിമെന്റും പലതരം പ്രധാനപ്പെട്ട കച്ചവടങ്ങളും ഇന്ത്യയും UK-യും തമ്മിൽ നടക്കുന്നുണ്ട്. ഈവൻ ഇന്ത്യയിലെ കേരളത്തിലെ പല സ്റ്റുഡൻസും പഠിക്കാൻ പോകുന്നത് UK-യിലോട്ടാണ്. കാരണം UK അത്രമാത്രം ഇന്ത്യയുടെ ഒരു മേഖല, സാമ്പത്തിക മേഖലയെ ചൂഷണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊരു ടൈപ്പ് ഓഫ് എക്കോണമിക്കൽ ടാക്ടിക് ആയിട്ട് പറയാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് അർജന്റീനയെ സഹായിക്കാൻ എന്ന രീതിയിൽ അവിടെ കടന്നു വരികയും UK-യുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഇന്ത്യക്ക് വേണ്ട ആ ഒരു ആവശ്യം നടക്കും, അർജന്റീനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സാധ്യമാകും. സോ ഒരു രണ്ട് തരത്തിലും ഇന്ത്യക്ക് ലാഭം തന്നെയാണ്. ബട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ തേജസിൽ വാങ്ങിക്കാനായിട്ടുള്ള മേജർ പ്രോബ്ലം പോലും UK-യും അർജന്റീനയും തമ്മിലുള്ള പ്രശ്നം മൂലം UK-യുടെ പല ഡിഫൻസ് കോമ്പണൻസും അർജന്റീനയ്ക്ക് നൽകാൻ പാടില്ല എന്ന് പറയുന്ന നിയമം UK-യിലുണ്ട്. സോ UK-യിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ MK16 എന്ന് പറയുന്നില്ല, MK6 എന്ന് പറയുന്ന ഒരു വേരിയന്റ് ആയിട്ടുള്ള സീറ്റ്, എജക്ഷൻ സീറ്റാണ് ഈ തേജസിൽ യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു എജക്ഷൻ സീറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ തേജസ് ചില കോമ്പണൻസ് UK-യിൽ നിന്ന് കൊണ്ടുവന്നതുകൊണ്ട് അത് വിൽക്കുന്നതിൽ ചിലതരം പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത്. ഓൾറെഡി അമേരിക്ക അർജന്റീനയ്ക്ക് നൽകാമെന്ന് പറയുന്ന ഒരു യുദ്ധവിമാനത്തിലും ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആയി പോയത്. സോ അത് പരിഹരിച്ച് UK-യുമായിട്ട് ഇന്ത്യ പലതരം ചർച്ചകളും പലതരം നെഗോഷിയേഷൻ നടത്തിയ ശേഷമായിരിക്കും മേ ബി അർജന്റീനയ്ക്ക് പൂർണ്ണമായിട്ടും തേജസ് നൽകാൻ തയ്യാറാവുക. സോ തേജസ് അർജന്റീന വാങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. കാരണം സാമ്പത്തികമായിട്ട് ഇന്ത്യക്ക് ലിഥിയം ട്രയാങ്കിൾ കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വിഷയങ്ങളെ പറ്റി കൂടുതലായി അറിയുമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ അഗൈൻ എല്ലാവർക്കും ഓണം വിഷസ് നേരുകയാണ്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.